ഓക്കെ ഗൈസ്, ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ സെയിൽ, ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ, ഇതിൽ ഏതെങ്കിലും നിങ്ങളൊരു ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരൊറ്റ വീഡിയോ ഇതാണ്. കാരണം ഓൾമോസ്റ്റ് 60ഓളം ഫോണുകളുടെ ഓഫർ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ കുറച്ച് ലെങ്തി ആണെങ്കിലും കംപ്ലീറ്റ്ലി വർത്താണ്. നിങ്ങൾ ഇനി ഏത് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഏതൊരു ഫോൺ വാങ്ങുകയാണെങ്കിലും ഈ ഒരു വീഡിയോ കൂടി കാണേണ്ടത് മസ്റ്റ് ആണ് കേട്ടോ. ഒരു ഫോൺ എങ്ങനെ മാക്സിമം ഡിസ്കൗണ്ടിൽ വാങ്ങാമെന്നും അവരുടെ ഉടായ്പ് കെണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാന്നുള്ളതൊക്കെ കംപ്ലീറ്റ്ലി ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. സോ അത് വാച്ച് ചെയ്തിട്ട് വേണം നിങ്ങളൊരു ഫോൺ ചൂസ് ചെയ്യാൻ കേട്ടോ. സോ ടൈം വേസ്റ്റ് ചെയ്യാൻ തുടങ്ങല്ലേ, ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, ഈ ബിഗ് ബില്യൺ ടൈമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങാൻ നിൽക്കുന്നത് ഐഫോൺ തന്നെ ആയിരിക്കും. സോ അതിന് തന്നെ നമുക്ക് തുടങ്ങാം കേട്ടോ. ഐഫോൺ 40 വരാൻ പോകുന്നത് 39,000 റുപ്പീസിലായിരിക്കും. ഐഫോൺ 15 വരാൻ പോകുന്നത് 44,999 എന്നൊരു പ്രൈസ് റേഞ്ചിലായിരിക്കും. പിന്നെ ഐഫോൺ 60 വരുന്നത് 51,999-ലും, ഐഫോൺ 16 പ്രോ വരുന്നത് 69,999-ലും, ഐഫോൺ 16 പ്രോ മാക്സ് വരുന്നത് 89,999-ലായിരിക്കും. കഴിഞ്ഞ വർഷത്തേക്കാട്ടി കൂടുതൽ ഡിസ്കൗണ്ട് ആണ് ഇപ്രാവശ്യം ഐഫോണുകൾക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഐഫോൺ 14 ഒന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. മിനിമം നിങ്ങൾ ഐഫോൺ 15 അതിന്റെ മുകളിലേക്കുള്ളത് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ്ങിന്റെ ഫോണുകളാണ്. സാംസങ്ങിന്റെ S25 അൾട്ര വരുന്നത് 1,11,000 എന്ന പ്രൈസ് റേഞ്ചിലായിരിക്കും. പിന്നെയുള്ള വലിയ ഓഫർ എന്ന് പറഞ്ഞാൽ സാംസങ്ങിന്റെ S24-നാണ്. ഇപ്രാവശ്യം സെയിലിന് വരുന്ന സാംസങ്ങിന്റെ S24 സ്നാപ്ഡ്രാഗന്റെ 6 വെച്ചിട്ടായിരിക്കും വരാൻ പോകുന്നത്. അത് വരാൻ പോകുന്ന പ്രൈസ് റേഞ്ച് 39,999 ആണ്. സോ നല്ലൊരു ഡീൽ തന്നെയാണ്. പിന്നെ S24 FE വരാൻ പോകുന്നത് 29,999 ആണ്. സാംസങ്ങിന്റെ S35 വരാൻ പോകുന്നത് 17,999 ആണ്. സാംസങ്ങിന്റെ S36 വരാൻ പോകുന്നത് 13,999 ആണ്. സോ സാംസങ്ങിന്റെ ഏതെങ്കിലും ഫോൺ വാങ്ങാനുണ്ടെങ്കിൽ ബെസ്റ്റ് ടൈമാണ് കേട്ടോ. പിന്നെ സാംസങ്ങിന്റെ S24 അൾട്രയുടെ ഡീറ്റെയിൽസ് വരെ വന്നിട്ടില്ല. അത് ഏതാണ്ട് നിങ്ങൾക്ക് ഒരു 75-80 ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് മോട്ടോറോള ഫോണുകളാണ്. മോട്ടോറോള ഫോണുകൾക്ക് ഇപ്രാവശ്യം നല്ല ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുകയാണെങ്കിൽ മോട്ടോറോള എഡ്ജ് 60 പ്രോ വരാൻ പോകുന്നത് 24,999 ആണ്. മോട്ടോറോള എഡ്ജ് 60 ഫ്യൂഷൻ വരാൻ പോകുന്നത് 19,999 ആണ്. മോട്ടോറോള G96 5G എന്ന് പറഞ്ഞ ഫോൺ കിട്ടാൻ പോകുന്നത് 14,999 ആണ്. മോട്ടോറോള G86 പവർ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ വരാൻ പോകുന്നത് 15,999 ആണ്. പിന്നെ വില കുറഞ്ഞ ഒരു ഫ്ലിപ്പ് ഫോൺ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മോട്ടോറോള Razr 60 ഈ ഒരു ഓഫർ സീസണിൽ എടുക്കാൻ പറ്റുന്നതാണ്. അതിന്റെ പ്രൈസിങ് വരുന്നത് 39,999 ആണ്. സോ ഫ്ലിപ്പ് ഫോണൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ഡീലാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമിയുടെ ഫോണുകളെ കുറിച്ചാണ്. ഒരുപാട് ഫോണുകൾക്കാണ് റിയൽമി ഓഫർ ഇട്ടിട്ടുള്ളത് കേട്ടോ. സോ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ റിയൽമിയുടെ P4 എന്ന് പറഞ്ഞ ഫോൺ വരാൻ പോകുന്നത് 14,999 ആണ്. റിയൽമിയുടെ P4 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ വരുന്നത് 19,999 ആണ്. റിയൽമിയുടെ 15 Pro വരാൻ പോകുന്നത് 26,999-ഉം റിയൽമി 15T വരാൻ പോകുന്നത് 18,999-ഉം റിയൽമിയുടെ 14 Pro വരാൻ പോകുന്നത് 18,999-ഉം റിയൽമിയുടെ 14 Pro Plus എന്ന് പറഞ്ഞ മോഡൽ വരാൻ പോകുന്നത് 25,999-ഉമാണ്. P3 Pro വരാൻ പോകുന്നത് 17,999-ഉം റിയൽമിയുടെ GT7T വരാൻ പോകുന്നത് 13,999 ആണ്. പിന്നെ ഒട്ടുമിക്ക പോലും കാത്തിരിക്കുന്ന ഒരു ഫോണാണ് റിയൽമിയുടെ P3 അൾട്ര എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു ഫോൺ തന്നെയാണ്. അതിന്റെ പ്രൈസിങ് വരുന്നത് 20,999 ആണ് കേട്ടോ. പിന്നെ റിയൽമി GT7 Proയുടെ ഓഫർ ഇതുവരെ അവർ കംപ്ലീറ്റ്ലി റിവീൽ ചെയ്തിട്ടില്ല. ഏതാണ്ട് നിങ്ങൾക്ക് ഒരു 44,999 എന്നൊരു പ്രൈസ് റേഞ്ചിൽ അത് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കിട്ടുവാണെങ്കിൽ എടുത്തോ, നല്ല ഫോണാണ്. 8 എലൈറ്റ് വെച്ചിട്ടുള്ള ഒരു കിഡിലും ഗെയിമിംഗ് ഫോൺ ആയിരിക്കും റിയൽമിയുടെ GT7 Pro. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നത്തിങ് ഫോണിനെ കുറിച്ചാണ്. നല്ല കിഡിലെ ഓഫറാണ് ഇപ്രാവശ്യം നത്തിങ് ഈ ഒരു ബിഗ് ബില്യൺ സെയിൽ തരാൻ പോകുന്നത്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. 20,000 രൂപയുടെ താഴെ നല്ലൊരു ക്യാമറ പെർഫോമൻസ് തരുന്ന ഒരു ഫോണാണ് CMF Phone 2 Pro. അതിന്റെ പ്രൈസിങ് ഇപ്രാവശ്യം വരാൻ പോകുന്നത് 14,999 ആയിരിക്കും. പിന്നെ നത്തിങ് ഫോൺ 3A വരാൻ പോകുന്നത് 20,999 ആയിരിക്കും. പിന്നെ ഒട്ടുമിക്ക പേരും പ്രിഫർ ചെയ്യുന്നൊരു മോഡലാണ് നത്തിങ് ഫോണിന്റെ 3A Pro എന്ന് പറഞ്ഞത്. അത് വരാൻ പോകുന്നത് 24,999 ആയിരിക്കും കേട്ടോ. പിന്നെ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ പ്രൈസിൽ ഇറക്കിയിട്ടുള്ള നത്തിങ്ങിന്റെ ഒരു ഫോണായിരുന്നു നത്തിങ് ഫോൺ 3 എന്ന് പറഞ്ഞത്. 8H4 ആയിരുന്നു ചിപ്സെറ്റ്. പക്ഷേ അതിന്റെ പ്രൈസിങ് വന്നിരുന്നത് 80,000 ആയിരുന്നു. സോ ഇപ്പോഴാണ് അതിന്റെ കറക്റ്റ് പ്രൈസിംഗിലേക്ക് എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ഈ വരുന്ന ബിഗ് ബില്യൺ സെയിലിന് നത്തിങ് ഫോൺ 3 വരാൻ പോകുന്നത് 34,999 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിടിലം പ്രൈസിങ്ങിനാണ്. സോ നത്തിങ്ങിന്റെ ഫോണൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്ന ഒരു മോഡലാണ് കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോയുടെ ഫോണുകളെ കുറിച്ചാണ്. ഒരു ബഡ്ജറ്റ് മിഡ് റേഞ്ച് പ്രൈസിംഗിൽ നല്ല കിടിലം ഗെയിമിംഗ് തരുന്ന ഫോണുകളാണ് കേട്ടോ പോക്കോയുടെ ഫോൺ. ഇപ്രാവശ്യം പോക്കോ ഫോണുകൾക്കൊക്കെ നല്ല ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. M7 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ വരാൻ പോകുന്നത് 11,500 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസ് റേഞ്ചാണ്. പിന്നെ പോക്കോയുടെ M7 പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ വരാൻ പോകുന്നത് 10,999 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ്. പോക്കോയുടെ X7 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ വരാൻ പോകുന്നത് 14,999 എന്ന പ്രൈസ് റേഞ്ചിലാണ്. പിന്നെ നല്ല കിടില പെർഫോമൻസ് വന്നിട്ടും അൺറേറ്റഡ് ആയി പോയിട്ടുള്ള ഒരു ഫോണാണ് പോക്കോയുടെ X7 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ. അത് ഇപ്രാവശ്യം ബിഗ് ബില്യൺ സെയിലിൽ നല്ല ഡിസ്കൗണ്ട് ആണ് കിട്ടുന്നത്. 19,999 എന്നൊരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. നല്ല കിടില പെർഫോമൻസ് തരുന്ന ഒരു ഫോണാണ് കേട്ടോ. പിന്നെ സ്നാപ്ഡ്രാഗന്റെ 8H4 വെച്ച് വന്നിട്ടുള്ള ഒരു കിടിലം ഫോൺ തന്നെയായിരുന്നു പോക്കോയുടെ F7. അത് ഈ പ്രാവശ്യം സെയിൽ ടൈമിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 29,999 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ്.
ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് വൺ പ്ലസിന്റെ ഫോണുകളെ കുറിച്ചാണ്. ഇതിന്റെയൊക്കെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുള്ള പ്രൈസ് അല്ല. ഏതാണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഫോണുകളൊക്കെ വരാൻ പോകുന്നത്. ഇവരിത് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വൺ പ്ലസിന്റെ 30 നല്ല കിട്ടില്ല ഫോണാണ് കേട്ടോ. ക്യാമറ കൊണ്ടും പെർഫോമൻസ് കൊണ്ടും ഒക്കെ അടിപൊളി ഫോണാണ്. ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിൽ നിങ്ങൾക്ക് ഏതാണ്ട് കിട്ടാൻ പോകുന്നത് 54,999 എന്ന് പറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലാണ്. പിന്നെ വൺ പ്ലസിന്റെ 13S ആണെങ്കിൽ 44,999 എന്ന പ്രൈസ് റേഞ്ചിലായിരിക്കും വരാൻ സാധ്യതയുള്ളത്. പിന്നെ വൺ പ്ലസിന്റെ 13R ആണെങ്കിൽ 35,999 എന്ന പ്രൈസ് റേഞ്ചിലായിരിക്കും വരാൻ പോകുന്നത്. പിന്നെ വൺ പ്ലസിന്റെ നല്ലൊരു മിഡ് റേഞ്ച് ഫോണാണ് വൺ പ്ലസിന്റെ നോഡ് സീരീസ് ഉള്ള ഫോണുകൾ. അതിന്റെ നോഡ് 5 വരാൻ പോകുന്നത് 27,999 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസ് റേഞ്ചിലായിരിക്കും. നോഡ് CE5 വരാൻ പോകുന്നത് 22,999 എന്ന പ്രൈസ് റേഞ്ചിലായിരിക്കും. പിന്നെ അവരുടെ കഴിഞ്ഞ വർഷത്തെ ഫോണായിരുന്ന വൺ പ്ലസിന്റെ നോഡ് 4 ഏതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 24,000 പ്രൈസ് റേഞ്ചിലായിരിക്കും കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തായിട്ട് ഐക്യുവിന്റെ ഫോണിൽ വന്നിട്ടുള്ള ഓഫേഴ്സ് നോക്കാം. ഐക്യുവിന്റെ ഒരു കിട്ടിലം ഫോണാണ് IQ 30. ഇത് ഈ ഓഫറിൽ വരാൻ പോകുന്ന പ്രൈസിംഗ് എന്ന് പറയുന്നത് 50,999 ആണ്. IQ Neo 10 ആണെങ്കിൽ 26,999 ആണ് വരാൻ പോകുന്നത്. IQ Neo 10R 23,999 ആണ് വരാൻ പോകുന്നത്. ഈ IQ Neo 10R പലരും ക്യാമറയിൽ ഫോഗേജ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ മൈൻഡിൽ വെച്ചിട്ട് വേണം ഫോൺ ചൂസ് ചെയ്യാൻ കേട്ടോ. ഇനി IQന്റെ Z10 ആണെങ്കിൽ 18,999 ആണ് വരാൻ പോകുന്നത്. IQന്റെ Z10X ആണെങ്കിൽ 11,999 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വിവോയുടെ ഫോണുകളെ കുറിച്ചാണ്. ഒട്ടുമിക്ക പേരും നല്ല ക്യാമറ പെർഫോമൻസിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു ഫോണാണ് വിവോയുടെ ഫോണുകൾ. സോ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വിവോയുടെ T4X എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ വരാൻ പോകുന്നത് 12,999 എന്ന പ്രൈസ് റേഞ്ചിലായിരിക്കും. വിവോയുടെ T4R എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ വരാൻ പോകുന്നത് 20,000 പ്രൈസ് റേഞ്ചിലായിരിക്കും കേട്ടോ. പിന്നെ അവരുടെ കിഡിലൻ ക്യാമറ ഫോൺ ആയിരുന്നു വിവോയുടെ X200 Pro എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഏതാണ്ട് വരാൻ പോകുന്നത് 75,000 പ്രൈസ് റേഞ്ചിലായിരിക്കും. അതുപോലെ തന്നെ വിവോയുടെ X200 FE ഏതാണ്ട് കിട്ടാൻ ചാൻസ് ഉള്ളത് 45,999 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും. പിന്നെ വിവോയുടെ V60 നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് 31,999 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിലും ആയിരിക്കും. ഇനി അടുത്താണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോയുടെ ഫോണുകളാണ്. ഇപ്രാവശ്യമുള്ള ഓപ്പോ ഫോണുകളൊക്കെ അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി എന്ന് പറയാൻ സാധ്യതയുള്ള ഫോണുകളാണ്. സോ അതിൽ പെട്ടിട്ടുള്ള നല്ല കിടിലൻ ഫോണായിരുന്നു ഓപ്പോയുടെ Reno 14, 14 Pro. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതിന് തന്നെ തുടങ്ങാം. ഓപ്പോയുടെ Reno 14 Pro നിങ്ങൾക്ക് ഏതാണ്ട് കിട്ടാൻ സാധ്യതയുള്ളത് 45,999 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസ് റേഞ്ചിലായിരിക്കും. Reno 14 നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് 32,999 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസ് റേഞ്ചിലായിരിക്കും. പിന്നെ അണ്ടർ 20,000 താഴെ കിടിലൻ ഒരു ഫോണായിരുന്നു ഓപ്പോയുടെ K30. അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഏതാണ്ട് കിട്ടാൻ പോകുന്നത് 13,999 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസ് റേഞ്ചിലായിരിക്കും. ഓപ്പോയുടെ K30X എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഏതാണ്ട് 10,000 പ്രൈസ് റേഞ്ചിലായിരിക്കും. പിന്നെ ഓപ്പോയുടെ ഫാനൊക്കെ വെച്ചിട്ടുള്ള ഫോണായിരുന്നു ഓപ്പോയുടെ K30 ടെർബോയും ടെർബോ പ്രോയും. സോ ഓപ്പോ 30 ടെർബോ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള പ്രൈസിംഗ് എന്ന് പറയുന്നത് 25,999 ആണ്. ഓപ്പോയുടെ K30 ടെർബോ പ്രോ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് 27,999 ആയിരിക്കും. ഓക്കെ ഗൈസ്, ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഷവോമിയുടെ 15 ഗൂഗിളിന്റെ Pixel 9 ആണ്. ഷവോമിയുടെ 50 നിങ്ങൾക്ക് ഏതാണ്ട് കിട്ടാൻ പോകുന്നത് 49,999 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസ് റേഞ്ചാണ്. നല്ല കിടിലൻ ഫോണാണ് കേട്ടോ, ഒന്നും നോക്കണ്ട. നല്ല കിടിലൻ ക്യാമറ പെർഫോമൻസ് എന്ന അടിപൊളി ഫോണാണ് ഷവോമിയുടെ 50. അതുപോലെ ഇനി ഗൂഗിളിന്റെ Pixel ഫോണുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് ഗൂഗിളിന്റെ Pixel 9. ക്യാമറ വൈസ് ആണ് കേട്ടോ. ക്യാമറയും സോഫ്റ്റ്വെയറും ഓക്കെയാണ്. ബാക്കിയുള്ളതിന് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. സോ ഗൂഗിളിന്റെ Pixel 9 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 34,999 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസിംഗാണ്. സോ ഇത്രയും ഫോണുകളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ കഴിയാവുന്ന എത്ര ഫോണുകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലുമൊക്കെ ഫോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി, നമുക്ക് റീപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇനി പലരും പുതിയ ലാപ്ടോപ്പിന്റെ വീഡിയോ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള വീഡിയോ അടുത്തായിട്ട് വരുന്നുണ്ട്. സോ വെയിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. സോ ദിസ് ഈസ് വിക്കി. ബൈ.